ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ എണീറ്റ പാടിന് കണ്ണൊക്കെ നിന്ന് ഈ ചുമന്ന കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, അറിയുന്നവർ കമൻറ്റ് വില. പിന്നെ ഒരു ഉച്ച ആയിട്ടുണ്ടെങ്കിൽ അത് പോകും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇതേ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ 2-3 ഡേയ്സ് ആയിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പോണത് കസിൻ്റെ വീടിരിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി പാലൊക്കെ കാച്ചാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ബത്ത് ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ കളർ കൊടുക്കുക കേട്ടോ, ബുക്കിൽ കളർ കൊടുക്കലൊക്കെ തെറ്റിച്ചിടാമെന്ന് മാത്രം. അപ്പോൾ അതെനിക്കിങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ ഇതേ പാൽ കാച്ചലൊക്കെ കഴിഞ്ഞു. ഉസ്താദും മാമനും കൂടെ ആയിട്ടോ പാലൊക്കെ കാച്ചിയത്. പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള ടൈമായിട്ടോ. പൊറോട്ട ഉണ്ടായിരുന്നു, പത്തിരി, പിന്നെ പാല്, പിന്നെ ചായ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ബീഫായിരുന്നു കേട്ടോ കറി. പിന്നെ മക്കൾക്കൊക്കെ നിലത്ത് ഇരുത്തിയിട്ടാട്ടോ ഫുഡ് കൊടുത്തത്. പിന്നെ അപ്പോഴേക്കും എൻ്റെ മാമൻ്റെ വീടിൽ കുറ്റിയടിക്കലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടോ. ഉമ്മയും പത്തും വീട്ടിലോട്ട് വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് അവർക്ക് വീട് വെക്കണത്. അപ്പോൾ നമ്മളൊന്ന് സഹകരിക്കണ്ടേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോയി. കാരണം അവർക്കുള്ള പാത്രവും അതുപോലെ ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വന്നതാട്ടോ. ഇവിടെ കേട്ടോ കുറ്റിയടിക്കണത് വീടിൻ്റെ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ 3ാമത്തെ വീടിൻ്റെ കുറ്റിയടിക്കലാണ് കേട്ടോ. ഒന്ന് കട പെങ്ങളുടെ, പിന്നെ മാമൻ്റെ, പിന്നെ മാമൻ്റെ മോളുടെ, അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ കുറ്റിയടിക്കൽ, വീടിരിക്കൽ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വീടൊക്കെ റെഡി ആകട്ടെ, എല്ലാവരും ദുആ ചെയ്യുക. പിന്നെ നമ്മൾ ചീരനായിട്ട് കൊടുത്തിട്ടുള്ള ഹലുവ, കേക്ക്, ഈത്തപ്പഴം, ജിലേബി, ലഡു, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആട്ടോ, കപ്പ് കേക്ക്, അതൊക്കെ. പിന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് പൊറോട്ടയും കാര്യങ്ങളൊക്കെ കൊടുത്തു, മക്കൾക്കും കൊടുത്തു, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ എന്താ ഞാൻ വീടിരിക്കലിനും ഉച്ചയ്ക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ അങ്ങനെ വന്നതല്ലേ. പിന്നെ അവിടെ പോയി വീടൊക്കെ കണ്ടു, ഫുഡ് കഴിച്ചിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ. എന്നിട്ട് കല്യാണം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പോണ വഴിയിൽ ഞാൻ കാറ്റടിച്ചിട്ടോ സ്കൂട്ടിക്ക്. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പമ്പിൽ പോയി പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചു. വണ്ടി എടുത്തതിൻ്റെ ശേഷം 2 മാസമായി വണ്ടി എടുത്തിട്ട് ഇപ്പോഴാട്ടോ പെട്രോൾ 2ാമത് നിറയ്ക്കണത്. പിന്നെ വണ്ടി ഇന്ന് ആദ്യമായിട്ട് കഴുകി അമ്മാതിരി കോളായിട്ടായിരുന്നു വണ്ടി കിടന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി വണ്ടിയൊക്കെ നിർത്തി ഞാനും ഉമ്മയും പത്തയും കൂടെ കല്യാണത്തിന് പോകുകയാണ് കേട്ടോ. ഇന്നൊരു ഹറിബറി ഡേ ആണ് കേട്ടോ, ബിസി ഡേ ആണ്. ഇന്ന് അടിപൊളി ഡേയും കൂടെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഡേ. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കടുങ്ങോടാണ് കേട്ടോ, നാത്തൂൻ്റെ മുത്തപ്പാൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇതേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബത്ത് ഇവിടെ നിന്നിട്ട് ചിത്രമൊക്കെ വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാക്കണേ. പിന്നെ ഇതവിടെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൂരത്തിന് 6 ആനയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോയാലും ആനേനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആനയുണ്ട് കേട്ടോ. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആനയാണല്ലോ മെയിൻ. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെക്കനും പെണ്ണും വരുന്ന എൻട്രി ആട്ടോ. ഇത് റിസപ്ഷനാണ് വൈകിട്ട്. അപ്പോൾ തന്നെ നമ്മളവിടെ ഓഡിറ്റോറിയത്തിലെത്തി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചും ചെക്കനെയും പെണ്ണിനെയും ഒക്കെ കണ്ടു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചു, ചെക്കൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ. പിന്നെ അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയിട്ടോ. ബത്ത് കൊടുത്തോ? ഇവിടെ കിടന്നിട്ട് അവൾ ബഹളം വെക്കണോണ്ട് വോയിസ് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഇതാ നമ്മൾ അകത്തോട്ട് കയറി. പിന്നെ നമ്മൾ ചെക്കനും പെണ്ണും സ്റ്റേജിലോട്ട് വരുന്നതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ ഇരിക്കുക. പിന്നെ നാത്തൂനും അതുപോലെ ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ കുറേ ടൈം അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ ശേഷം കേട്ടോ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ ഭക്തുവിന് കുട്ടികളെ കണ്ട സന്തോഷമാണ്. അവൾക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാരൊക്കെ വേണം, അങ്ങനെയൊക്കെ കേട്ടോ. ഒറ്റയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ല. പിന്നെ ഇതാ ഞങ്ങൾ ചെക്കനും പെണ്ണും വരുന്നത് നോക്കിയിരിക്കുക കേട്ടോ. പാട്ടും ഗാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുക കേട്ടോ. നല്ല തിരക്കായിരുന്നു ഫുഡ് കഴിക്കണോടത്ത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് പോകും വേണം. പിന്നെ ഞങ്ങളിതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. വെള്ളപ്പം, പൊറോട്ട, ഫ്രൈഡ് റൈസ്, നൂൽപുട്ട്, പിന്നെ ഭൂരി, അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, കേക്ക്, പല ഫ്ലേവർ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ പോപ്കോണ്, പിന്നെ അങ്ങനെ ഓരോ ഐറ്റംസ്, ചായ, പിന്നെ അതിലേക്കുള്ള കടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും കഴിച്ചില്ല. ഇതന്നെ കഴിച്ചപ്പോൾ അത്യാവശ്യം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ വന്നൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വീട്ടിലെ താത്തല്ലേ, അവരെ വീട്ടിൽ വിരുന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാനതിന് പോയി. ആ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ വന്ന പാടനെ വീടിൻ്റെ അടുത്തുള്ള പാലൊക്കെ വാങ്ങിച്ച് വന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, അറിയിക്കുക. ബൈ.